നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അതീവ നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തുവരുന്നത് ഇതിൻ്റെ വ്യക്തമായ സൂചനയാണ്. കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതികളുടെ മൊഴികളും നിലവിൽ ലഭിച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും പരിശോധിക്കുമ്പോൾ അന്വേഷണം കേവലം ചോദ്യം ചെയ്യലിൽ ഒതുങ്ങില്ലെന്നും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശനമായ നടപടികളിലേക്ക് നീങ്ങാനാണ് സാധ്യതയെന്നും നിയമവിദഗ്ധർ വിലയിരുത്തുന്നു. ദേവസ്വം വകുപ്പിലെ ഉന്നതരും പ്രതികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ആഴം അളക്കാനാണ് SIT ഇപ്പോൾ ശ്രമിക്കുന്നത്. ദേവസ്വം വകുപ്പ് മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവരുടെ മൊഴികളിൽ ഗൗരവകരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നതായിട്ട് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണപ്പാളികൾ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം എത്തിക്കുന്നതിൽ ദേവസ്വം വകുപ്പിന് പങ്കില്ലെന്നായിരുന്നു മുൻ മന്ത്രിയുടെ പ്രാഥമിക മൊഴി. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് ദീർഘകാലത്തെ പരിചയമുണ്ടെന്ന് ചോദ്യം ചെയ്യലിൻ്റെ ഒടുവിൽ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. ഇരുവരുടെയും മൊഴികൾ തൃപ്തികരമല്ലെന്ന് കണ്ടതിനെ തുടർന്ന് ഇവരെ വീണ്ടും വിളിപ്പിക്കാൻ SIT തീരുമാനിച്ചത് അറസ്റ്റ് നടപടികൾക്ക് മുന്നോടിയായിട്ടുള്ള കൃത്യമായ നീക്കമായിട്ടാണ് നിരീക്ഷിക്കപ്പെടുന്നത്. കേസിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രതികളുമായി തനിക്ക് യാതൊരുവിധ സാമ്പത്തിക ബന്ധവുമില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും സ്വർണ്ണക്കടത്തിലെ ലാഭവിഹിതം കൈപ്പറ്റിയതിനെക്കുറിച്ചുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കുന്നതിനായിട്ട് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ SIT ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. സ്വർണം ഉരുക്കി വേർതിരിച്ചതും ബെല്ലാരിയിലെ ഗോവർദ്ധനിലേക്ക് എത്തിച്ചതും സംബന്ധിച്ച ശൃംഖലയിൽ ഉന്നതരുടെ പങ്ക് ഈ ഘട്ടത്തിൽ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ദേവസ്വം ബോർഡ് മുൻ അംഗം വിജയകുമാർ നൽകിയ മൊഴി കേസിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലെ പ്രിയപ്പെട്ട സഖാക്കളുടെയും ഉന്നത നേതാക്കളുടെയും നിർദ്ദേശപ്രകാരമാണ് താൻ പ്രവർത്തിച്ചതെന്ന അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ മുൻ പ്രസിഡന്റ് A പത്മകുമാറിലേക്ക്, മുൻ മന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പത്മകുമാറിന് ഒറ്റയ്ക്ക് ഇത്തരമൊരു മോഷണത്തിന് ധൈര്യമുണ്ടാകില്ലെന്നും ഇതിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ പിന്തുണയുണ്ടെന്നും വിജയകുമാറിൻ്റെ മൊഴി പരോക്ഷമായി വ്യക്തമാക്കുന്നു. കോടതിയിൽ ഹാജരാക്കുന്ന പ്രതികളിൽ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉന്നതരുടെ പങ്കാളിത്തം ഉറപ്പിക്കുന്ന തെളിവുകളായിട്ട് മാറും. ജയിലിൽ കഴിയുന്ന A പത്മകുമാർ തൻ്റെ മൊഴികളിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് വെളിപ്പെടുത്തിയതായിട്ടാണ് സൂചന. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നേരിട്ട് മറുപടി നൽകിയില്ലെങ്കിലും താൻ അനുഭവിക്കുന്ന അതേ സാഹചര്യം ഈ അഴിമതിക്ക് പിന്നിലുള്ള മറ്റുള്ളവർക്കും ഉണ്ടാകുമെന്ന വാശിയിലാണ് അദ്ദേഹം. പത്മകുമാറിൻ്റെ റിമാൻഡ് കാലാവധി ഇപ്പോൾ നീട്ടിയത് അദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും ഇതിലെ യഥാർത്ഥ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന മന്ത്രിതലത്തിലുള്ള വ്യക്തികൾക്കെതിരെ പോലും തെളിവുകൾ ശേഖരിക്കുന്നതിനുമാണ്. ശബരിമലയിലെ പവിത്രമായിട്ടുള്ള സ്വർണം അപഹരിക്കാനായിട്ട് കൂട്ടുനിന്നവർ ആരെന്ന് കണ്ടെത്താനുള്ള കഠിന പരിശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ. ഈ വിവാദം അത് CPM നേതൃത്വത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ തള്ളിവിടുന്നത്. പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ വലിയ അതൃപ്തി ഇപ്പോൾ പുകയുന്നുണ്ട്. നേതൃത്വത്തിൻ്റെ അഴിമതികൾ അത് അണികൾ ഏറ്റെടുക്കേണ്ടതില്ലെന്നും പാർട്ടിയെ നശിപ്പിക്കുന്നവർ അതിനുള്ള ശിക്ഷ അനുഭവിക്കണമെന്നുമാണ് സാധാരണ പ്രവർത്തകരുടെ നിലപാട്. അണികളുടെ ഇടയിലുണ്ടായ ഈ വിള്ളൽ പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്കിലും ഏത് സാഹചര്യത്തെയും രാഷ്ട്രീയപരമായി തന്നെ നേരിടാൻ പാർട്ടി അണികൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും താഴെത്തട്ടിൽ ഇപ്പോൾ പ്രതിഷേധം അതിശക്തമാണ്.